2100 ആകുമ്പോഴത്തേക്കും നമ്മുടെ ടെമ്പറേച്ചർ 4 ഡിഗ്രി കൂടുന്നാണ് പറഞ്ഞത്. 4 ഡിഗ്രി ടെമ്പറേച്ചർ ഹൈക്കാവും. ഈ 4 ഡിഗ്രി കൂടുന്നതിനെ 4 അല്ല ഒരു 1.5 ഡിഗ്രിയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടുള്ള കഠിന പ്രയത്നങ്ങളാണ് ഇപ്പോൾ UN ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്കൊക്കെ അറിയാം IPCC, ഇൻ്റർനാഷണൽ പാനൽ ഫോർ ക്ലൈമറ്റ് ചേഞ്ച്, COP, ഇവരൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ ഒന്ന് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബിൽഡിങ്ങിനെ നമുക്ക് ആവശ്യമായ രീതിയിൽ ഇതിൻ്റെ ക്ലൈമറ്റിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ. കാരണം ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എനർജിയുടെ ഏതാണ്ട് 60-70% ബിൽഡിങ്ങുകൾ ഈ കെട്ടിടങ്ങളിലേക്കാണ് പോകുന്നത്. പിന്നെ ട്രാൻസ്പോർട്ടേഷന് പോകുന്നുണ്ട്, അഗ്രികൾച്ചറിന് കുറച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗൗരവത മനസ്സിലാവുന്നത് നമ്മൾ ഈ ഇങ്ങനത്തെ കണക്കുകൾ നമുക്ക് കിട്ടുമ്പോഴാണ്. അപ്പോൾ ഇനി നമ്മൾ കിടക്കുമ്പോൾ അല്ലെങ്കിൽ മാസത്തിൽ ഇലക്ട്രിസിറ്റി ബില്ല് കൊടുക്കുമ്പോൾ നമ്മൾ ആ ബില്ലിനെ ഒന്ന് നോക്കുക എത്രത്തോളം കാർബൺ ഡൈ ഓക്സൈഡാണ് നമ്മൾ ഈ അന്തരീക്ഷത്തിലേക്ക് മാലിന്യമായിട്ട് തള്ളിയത് എന്നുള്ളത്. മാലിന്യത്തിനെ എടുത്ത് കളയുക എന്ന് പറയുന്നത് നമ്മുടെ മുറ്റത്തോ അല്ലെങ്കിൽ വഴിയിലുള്ള മുള്ളുകളോ കല്ലുകളോ മാത്രമല്ല, ഇതിനെയും കൺസിഡർ ചെയ്യുന്ന ഒരു വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടായാൽ മാത്രമേ നമുക്ക് ആ രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ.